നമസ്കാരം ഡിജിറ്റൽ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു മധുരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബർഫിയാണ്. നമ്മൾ കടലമാവ് വെച്ചിട്ടാണ് ഈ ബർഫി ചെയ്തിട്ടുള്ളത്. നമ്മൾ വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ബേസൻ ബർഫി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു പാൻ വെച്ചു. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളൊരു 100 ഗ്രാം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് മെൽറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 200 ഗ്രാം കടലപ്പൊടി ഇട്ട് കൊടുക്കാം. നെയ്യിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുന്നവരെയാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇങ്ങനെ കട്ടയൊക്കെ ഉണ്ടാവും, പിന്നെ ചെറിയൊരു ലിക്വിഡ് രൂപത്തിലാവും. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ആ മണമൊക്കെ മാറി വരും. ഇതിപ്പം ചെറുതായിട്ട് കളർ നേരത്തെ ഒന്നും കണ്ടില്ല, മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മണമൊക്കെ മാറിയിട്ടുണ്ട്. ഒരു റോസ്റ്റായൊരു മണം വന്നിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ കട്ട പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷവും ഇളക്കി കൊടുക്കണം, കാരണം ചൂടുള്ളത് കൊണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റവൊന്ന് ഇത് മാറ്റി വെക്കാം കേട്ടോ, കാരണം ചൂടുണ്ടാവില്ല സ്റ്റവിന്. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. ഈ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 150 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഉരുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് 75 ml ആണ്. ഇതിപ്പം പാകത്തിനായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ലാസ്റ്റ് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഉറ്റുന്നത് കാണാം. ഈ സമയത്താണ് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നൂല് പോലെ വരുന്നത്. അപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലണ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലോട്ട് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. സ്റ്റവ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിൽ നെയ്യ് തടവിയിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ആ ഒരു പാത്രത്തിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത്. അതായത് നമ്മൾ കേക്കിൻ്റെ ടിന്നായാലും കുഴപ്പമില്ല, അതുപോലെ സ്റ്റീലിൻ്റെ വല്ല പാത്രമായാലും കുഴപ്പമില്ല. ഇതുപോലെ വരും. ഇനി നമുക്ക് ഇത് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം. പെട്ടെന്ന് കട്ടയാവും. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ കട്ടയായി പോവും. നെയ്യ് തടവിയ ഇത് സ്പൂൺ എടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ നമ്മളൊന്ന് ഇങ്ങനെ മേലെയൊക്കെ ഒന്ന് പരത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബദാമും അതുപോലെ തന്നെ പിസ്തയും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വന്നിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുക. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയേണ്ടി വരും. കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കിയിട്ട് അവിടെ വെക്കാം, കാരണം ചിലപ്പോൾ ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ആദ്യം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് എളുപ്പം എടുക്കാൻ പറ്റുന്നുണ്ട്. അഥവാ പ്രയാസം തോന്നുകയാണെങ്കിൽ ഒന്ന് വെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ അടിയിൽ ഇങ്ങനെ നെയ്യാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മെൽറ്റായി വന്നിട്ട് എളുപ്പം കിട്ടും. അപ്പം ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ശബ്ദം കേൾക്കുന്നില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കടലമാവ് കൊണ്ട് നമുക്ക് ബർഫി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ സമയം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നല്ല കട്ടിയായിപ്പോൾ നമുക്ക് ഇങ്ങനെ പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.